ക്ഷേത്രങ്ങളുടെ നഗരമാണ് മധുരൈ. അളകർ കോവിലും മുരുകൻ കോവിലും പിന്നെ മീനാക്ഷി അമ്മൻ കോവിലുമുള്ള നാട്. ദ്രാവിഡ വാസ്തുശില്പകലയുടെ മകുടോദാഹരണങ്ങളായ നിരവധി നിർമ്മിതികൾ മധുരയിൽ കാണാം. അവിടെ തിരുമംഗലത്തിനടുത്ത് ഒരു അമ്പലമുണ്ട്. പേര് അരുൾമിക രജനിക്കോവിൽ. ഈ ക്ഷേത്രത്തിലെ മൂർത്തി അമ്മനോ മുരുകനോ പരമേശ്വരനോ അല്ല, രജനിയാണ്. സൂപ്പർ സ്റ്റാർ രജനികാന്ത്. രജനി എന്ന പേര് കേട്ടാൽ കാർത്തിക്കിന്റെ കണ്ണുകൾ തിളങ്ങും, ചുണ്ടുകൾ തലൈവർ എന്നറിയാതെ ഉരുവിടും. രജനി അയാൾക്ക് ദൈവം പോലെയാണ്. കാർത്തിക് തന്റെ ദൈവത്തിനായി 700 സ്ക്വയർ ഫീറ്റിൽ ഒരു അമ്പലം പണിതു. 3.5 അടി പൊക്കവും 300 കിലോ ഭാരവുമുള്ള രജനി വിഗ്രഹമുള്ള അമ്പലം. 1989 ഇറങ്ങിയ ഹിറ്റ് ചിത്രം മാപ്പിളയിലെ കഥാപാത്രത്തിന്റെ രൂപമാണ് ഈ വിഗ്രഹത്തിന്. നീല ബ്ലേസറും നീല പാൻറ്റും അണിഞ്ഞ തലൈവർ. എല്ലാ ദിവസവും കാർത്തിക്കും കുടുംബവും ഇവിടെ ആരതി ഒഴിയും, പ്രാർത്ഥിക്കും. സിനിമയിൽ 50 വർഷം പിന്നിടുന്ന രജനി കാർത്തിക്കിനെ പോലെ ലക്ഷോപലക്ഷം പേർക്ക് ദൈവതുല്യനാണ്. അല്ല, ദൈവം തന്നെയാണ്. ഒരു അഭിനേതാവ് താരമായി മാറുന്നതിന് നമ്മൾ പലവട്ടം സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ രജനിയുടെ വളർച്ച അതിനും അപ്പുറത്തേക്കായിരുന്നു. ശിവാജിറാവ് ഗേക്വാദ് എന്ന രജനീകാന്തിന്റെ ജനനം കർണാടകയിൽ ഒരു മറാത്തി കുടുംബത്തിലാണ്. ദ്രാവിഡ സ്വത്വബോധം നിറഞ്ഞു നിൽക്കുന്ന തമിഴ് സിനിമാ മേഖലയിൽ എങ്ങനെ ഈ ഗേക്വാദ് സൂപ്പർ സ്റ്റാറായി? ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ തന്നെ പലരുടെയും നോട്ടം മരതൂർ ഗോപാല രാമചന്ദ്രൻ എന്ന MGRലേക്ക് പോകും. എന്നാൽ MGR എന്ന പാലക്കാട്ടുകാരനെ എഴുതി വളർത്താൻ ഒരു കരുണാനിധി ഉണ്ടായിരുന്നു, ദ്രാവിഡ ദേശീയത നിറഞ്ഞ സിനിമകളും. എന്നാൽ രജനിക്ക് പിന്നിൽ അങ്ങനെ ഒരു കലൈഞ്ചൻ ഉണ്ടായിരുന്നില്ല. തമിഴ് സിനിമയിൽ ഉണ്ടായ മാറ്റമാണ് രജനിയെ സൃഷ്ടിച്ചത്. കാലം എന്നും പറയാം. നടന്റെ സ്വന്തം നിലയ്ക്കുള്ള സംഭാവനകൾ കൂടി ചേർന്നപ്പോൾ രജനിക്ക് സമം രജനി മാത്രമായി. 1970-90 കാലഘട്ടത്തിൽ തമിഴ് സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട നിയോ നേറ്റിവിറ്റി സിനിമകളാണ് രജനിയെ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തുന്നത്. തുടക്കം 1975 കെ ബാലചന്ദ്രന്റെ അപൂർവ രാഗങ്ങളിൽ. ബാലചന്ദ്രനിൽ നിന്ന് രജനിയെ ബാലു മഹേന്ദ്രയും മഹേന്ദ്രനും ഭാരതിരാജയും ഏറ്റെടുത്തു. ഉത്തമ നായകനായി കമൽ തിളങ്ങി നിൽക്കുന്ന കാലമാണ്. ഒരു ചിഹ്ന ഇന്റലക്ച്വൽ പദവി അക്കാലത്ത് തന്നെ കമലിനുണ്ട്. മറുവശത്ത് രജനി വരുന്നത് വില്ലനായാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ ആരും വെറുത്തു പോകുന്ന കഥാപാത്രങ്ങൾ. പക്ഷേ രജനി ആളുകളെ തന്നിലേക്ക് അടുപ്പിച്ചു. 16 വയതിലെ എന്ന ചിത്രത്തിലെ പരട്ടെ എന്ന രജനിയുടെ കഥാപാത്രം ഒരു വഷളനാണ്. സിനിമയിലെ നായകനായ കമൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ലൗഡായി അഭിനയിച്ച് തകർക്കുമ്പോൾ ഫ്രെയിമിന്റെ ഒരു മൂലയിൽ വെറുതെ ഒരു ബീഡി ചുണ്ടിലേക്ക് വെക്കുന്ന രജനിയിലേക്കാകും കാണിയുടെ ശ്രദ്ധ. ആ വില്ലൻ വേഷങ്ങളിൽ പോലും രജനി തന്റെ സ്റ്റൈൽ സ്ഥാപിച്ചു. ഈ സ്റ്റൈൽ മാത്രമാണോ രജനി? അല്ലെന്ന് 80കൾക്കുള്ളിൽ തന്നെ നടൻ തെളിയിച്ചിരുന്നു. ഭുവന ഒരു കേൾവിക്കുറി, മുള്ളും മലരും, അവൾ അപ്പടിത്താൻ എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെയും നിരൂപകരെയും രജനി കയ്യിലെടുത്തു. ഇതിൽ മുള്ളും മലരും എന്ന മഹേന്ദ്രൻ ചിത്രത്തിലെ കാളി രജനിയുടെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ്. കെട്ട പയ്യൻ സാർ ഇന്ത കാളി എന്ന് പറയുന്ന സീനിൽ രജനിയിൽ മെയിൽ ഈഗോയുടെ പരകോടിയാണ് കാണാൻ സാധിക്കുക. ഇത് രജനി എന്ന നായകനിൽ പിന്നങ്ങോട്ട് വർഷങ്ങളോളം നിലനിന്നു. ഏം വഴി തനി വഴി, ഞാൻ ഒരു തടവ സ്വണ്ണ 100 തടവ സ്വണ്ണ മാതിരി എന്നിങ്ങനെയുള്ള മാസ് പഞ്ച് ലൈനുകളിൽ നമ്മൾ കാണുന്നത് ഈ ഈഗോ തന്നെയാണ്. ഇത് കാണികളെ നല്ലപോലെ രസിപ്പിച്ചു. രജനിയുടെ കഥാപാത്രങ്ങളിലെ അമാനുഷികത്വം കാണികൾ സ്വീകരിക്കാൻ ഒരു കാരണം ഈ ഈഗോ വിജയിച്ച് കാണാനുള്ള കൊതി കൂടിയാണ്. ഒപ്പം പാൽക്കാരനും ഓട്ടോക്കാരനും വില്ലുവണ്ടിക്കാരനുമായി എത്തിയ രജനി തങ്ങളിൽ ഒരാളാണ് എന്ന തോന്നലും. അയാൾ പ്രതിസന്ധികളെ നിസ്സാരമായി മറികടക്കുമ്പോൾ, അതിമനുഷ്യനായി പരകായ പ്രവേശം നടത്തുമ്പോൾ ഇതൊക്കെ അസാധ്യമാണെന്ന തോന്നൽ ഇല്ലാതെയായി. റിയലിസ്റ്റിക്കായി ചിന്തിക്കാനുള്ള കാണിയുടെ ശേഷിയെ കബളിപ്പിക്കാൻ 5 പതിറ്റാണ്ട് ഈ നടന് സാധിച്ചു. നായക ബിംബ നിർമ്മിതിയിലെ മാസ്റ്റർ ക്ലാസ് ആണിത്. 1978 ഇറങ്ങിയ ഭൈരവി എന്ന ചിത്രത്തിലാണ് രജനി ആദ്യമായി സോളോ നായകനായി എത്തുന്നത്. സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ കലൈപ്പുലി S ദാനു രജനി ഒന്ന് റീബ്രാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. കമലിനൊപ്പം നിങ്ങൾ കണ്ട രജനി അല്ല ഇതെന്ന് നിർമ്മാതാവിനും വിതരണക്കാർക്കും സ്ഥാപിക്കണമായിരുന്നു. അവർ രജനിയുടെ വലിയ കട്ടൗട്ടുകൾ സ്ഥാപിച്ചു. കട്ടൗട്ടുകളിൽ തികഞ്ഞ ഒരു നിഷേധിയായി രജനി തലയുയർത്തി ഇടുപ്പൊന്ന് വശത്തേക്ക് ചരിച്ചു നിന്നു. ഇവിടെ നിർത്തിയില്ല ദാനു. പോസ്റ്ററിൽ സൂപ്പർ സ്റ്റാർ രജനി എന്നുകൂടി എഴുതി ചേർത്തു. പിന്നീട് 1992 അണ്ണാമലൈ എന്ന ചിത്രത്തിൽ സുരേഷ് കൃഷ്ണയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഐക്കോണിക് ടൈറ്റിൽ കാർഡ് അവതരിപ്പിക്കുന്നത്. ദേവയുടെ മാസ് ദേശി ജെയിംസ് ബോണ്ട് സ്റ്റൈൽ തീം കൂടി ആയപ്പോൾ ടൈറ്റിൽ കാർഡ് കാണുമ്പോഴേ ജനങ്ങൾ ആർത്തു വിളിക്കാൻ തുടങ്ങി. ഇത് പിന്നെ രജനി പടങ്ങളിൽ ഒഴിച്ചുകൂടാനാകാതെയായി. ടൈറ്റിൽ കാർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ തലൈവർ ദർശനത്തിനായുള്ള ആവേശത്തിലായിരിക്കും കാണികൾ. ആ ആവേശം ഇരട്ടിപ്പിക്കണം. അതിനായാണ് ഇൻട്രോ സോങ്. രജനിയുടെ കഥാപാത്രത്തെ, അവരുടെ തൊഴിലിനെ, എന്തിനേറെ പറയുന്നു രജനിയെ തന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു പാട്ട്. ആ പാട്ടിന്റെ ശക്തി അറിയണമെങ്കിൽ ഒരു രജനി പടം ആദ്യ ദിനം ആദ്യ ഷോ കാണണം. SPBയുടെ ശബ്ദത്തിൽ റഹ്മാനും ദേവയും ഏറ്റവും ഒടുവിൽ അനിരുദ്ധ് രവിചന്ദ്രും ഒരുക്കിയ ഇൻട്രോ സോങ്ങുകൾ അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകളെ ഇളക്കിമറിച്ചു. ഈ പറഞ്ഞ പശ്ചാത്തല നിർമ്മിതികൾക്കൊക്കെ ഉപരിയായി രജനിയെ സൂപ്പർ സ്റ്റാറായി മാറ്റുന്നത് അദ്ദേഹത്തിന്റെ അഭിനയ ശൈലിയാണ്.
രജനിയുടെ എല്ലാ കഥാപാത്രങ്ങളിലും ഏറിയും കുറഞ്ഞും രജനിയെ കാണാം. ഒരു സാധാ സിഗരറ്റ് വിരലുകൾക്കിടയിൽ പിടിക്കുന്നതിനും അത് ചുണ്ടിലേക്ക് വെക്കുന്നതിനും അത് കത്തിക്കുന്നതിനും രജനിക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട്. രജനി കഥാപാത്രങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നിനെയും കൂസാത്ത ഒരു മനുഷ്യനെയാണ് കാണാൻ സാധിക്കുക. ഇരിക്കുമ്പോൾ അയാൾ അധികാരം സ്ഥാപിക്കുന്നത് കാണാം. എന്തിനേറെ പറയുന്നു, കൈവിരലൊന്നും ചലിപ്പിക്കുന്നതിന് പോലും തലവർക്ക് തനത് സ്റ്റൈലുണ്ട്. കാല എന്ന സിനിമയിൽ പാരഞ്ജിത്ത് രജനിയുടെ ഈ താരശരീരത്തെ ജാതി അധികാരത്തിന് നേരെ ഒരു ആയുധം കണക്കാണ് മുന്നോട്ട് വെച്ചത്. ഇങ്ങനെ ഒരേപോലെ അഭിനയിച്ചാൽ ആളുകൾക്ക് മടുക്കില്ലേ എന്നൊരു ചോദ്യം വന്നേക്കാം. രജനി ഒരു മോശം നടനാണ് എന്ന് വിമർശനവും. എന്നാൽ ഇമേജ് ട്രാപ്പിനെ ഇത്ര വിദഗ്ധമായി ഉപയോഗിച്ച മറ്റൊരു നടനില്ല എന്നതാണ് സത്യം. 75-ാം വയസ്സിലും രസികർക്ക് രജനിയെ മടുക്കുന്നില്ല. പക്ഷേ തങ്ങളുടെ നായകനെ വെച്ച് പരീക്ഷിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് രജനിയെ മതി. പേര് പടയപ്പെന്നോ അരുണാചലമെന്നോ ശിവാജിയെന്നോ ഇഷ്ടം പോലെ ഇടാം. പക്ഷേ രജനിസം ഇല്ലെങ്കിൽ അവർ ആ സിനിമയെ കൈവിടും. കബാലി, കാല പോലുള്ള നടനും താരവും സന്ധിയിലെത്തിയ സിനിമകൾ അതിൻ്റെ ഇരകളാണ്. ഇനി രജനി എന്ന നടന്റെ കാര്യമാണ്. സൂപ്പർ സ്റ്റാർ പദവി രജനിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളുടെ കുപ്പായത്തിനുള്ളിലാണ് രജനി തന്റെ സ്വാഗ് കാണിച്ചിരുന്നതെങ്കിൽ ഇന്ന് രജനിക്ക് വേണ്ടി ഒരു കുപ്പായം തയ്ച്ച ശേഷമാകും അതിനൊത്ത ഒരു തിരക്കഥയുണ്ടാക്കുക. ഇത് നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നതിന് തടസ്സമായിട്ടുണ്ട്. ബിംബക്കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ താരം തുനിഞ്ഞാലും ആരാധകർ സമ്മതിക്കാത്ത അവസ്ഥ. രജനിക്ക് ഇനിയും സമയമുണ്ട്. തനി വഴി വെട്ടാനുള്ള യൗവനം ഇപ്പോഴും അദ്ദേഹത്തിൽ ബാക്കിയുണ്ട്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയ്ക്കിറങ്ങിയ ചിത്രങ്ങളാണ് രജനി എന്ന് ധരിക്കുന്നവരോടാണ്. അയാൾ മികച്ചൊരു നടൻ തന്നെയാണ്. സംശയമുള്ളവർ മഹേന്ദ്രന്റെ ജോണി, മുള്ളും വളരും അല്ലെങ്കിൽ ബാലചന്ദ്രന്റെ തില്ലുമുല്ല എന്ന ചിത്രങ്ങൾ കാണുക. താരമല്ലാത്ത രജനിയെ കാണാം. രജനിയുടെ നടുപ്പിന്റെ റേഞ്ച് അളക്കാം. എന്നിട്ട് ആ രജനിക്കായി വാശി പിടിക്കാം. അല്ലാതെ തലവരെ തമിഴക മുഖ്യമന്ത്രിയാക്കാനല്ല, ദൈവമാക്കാനല്ല. രാഷ്ട്രീയപരമായി വിമർശിച്ചുകൊണ്ടും രസിക്കാൻ സാധിക്കുന്ന അഭിനേതാവാണ് രജനികാന്ത്. ഇന്ത്യൻ സിനിമ കണ്ട ഒരേയൊരു സൂപ്പർ നടൻ.